ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സങ്കീർത്തനം 27:14 വാക്യം: യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതേ, യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. ദാവീദ് എഴുതിയ ഒരു മനോഹരമായ സങ്കീർത്തനമാണ് 27-ാമത്തെ സങ്കീർത്തനം. ഈ സങ്കീർത്തനം അവസാനിപ്പിക്കുന്നത് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുവാനായിട്ടും ഹൃദയത്തെ ഉറപ്പോടുകൂടെ സൂക്ഷിക്കുവാനും ഉള്ള ഒരു ആലോചന പറഞ്ഞുകൊണ്ടാണ്. ഒരുപക്ഷെ ഈ സങ്കീർത്തനത്തിന്റെ അവസാന വാക്യം ദാവീദ് തന്നോട് തന്നെ പറയുന്നതാണ് എങ്കിൽ പോലും ഇതിന്ന് നമുക്കും ഉള്ള സന്ദേശമാണ്. യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതേ, യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. കർത്താവിൽ പ്രത്യാശ വയ്ക്കുവാൻ, കർത്താവിൽ പ്രത്യാശ വയ്ക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിന് വേണ്ടി കാത്തിരിക്കുക, കർത്താവിൻ്റെ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്ന വ്യക്തമായ ആലോചനയാണ് സങ്കീർത്തനക്കാരനായ ദാവീദ് നമുക്ക് നൽകുന്നത്. എന്തുകൊണ്ട് കർത്താവിൽ പ്രത്യാശ വച്ച് കർത്താവിന് വേണ്ടി വെയിറ്റ് ചെയ്യണം എന്ന് ദാവീദ് ഈ സങ്കീർത്തനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഒന്നാമത്തെ വാക്യം ഇങ്ങനെയാണ്: യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? ദൈവം കൂടെ ഇരുന്ന് വഴി നടത്തി, ഇനിയും ആ ദൈവം വഴി നടത്തുവാനായിട്ട് ശക്തനാണ് എന്ന ബോധ്യം ദാവീദിന് വ്യക്തമായിട്ട് ഉണ്ട്. അതുകൊണ്ടാണ് അത് കൺക്ലൂഡ് ചെയ്യുന്ന, ഉപസംഹരിക്കുന്ന, ഈ സങ്കീർത്തനം ഉപസംഹരിക്കുന്ന ഈ അവസാന വാക്യത്തിൽ പറയുന്നത്: വെളിച്ചവും രക്ഷയും ആയി ഇതുവരെയും വഴി നടത്തിയ ദൈവത്തിൽ തന്നെ പ്രത്യാശ വയ്ക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൽ പ്രത്യാശ വച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുവാനായിട്ട് സാധിക്കണം. ധൈര്യപ്പെട്ടിരിക്കുവാൻ സങ്കീർത്തനക്കാരൻ ദാവീദ് ഈ വാക്യത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നു. ധൈര്യപ്പെട്ടിരിക്കുക. മനുഷ്യന്റെ ധൈര്യം ചോർന്നു പോയാൽ പിന്നെ അവനെ ഏതു വിധേനയും നശിപ്പിക്കുവാനായിട്ട് സാധിക്കും. അവന്റെ ധൈര്യം ചോർന്നു പോയില്ല എങ്കിൽ എന്തു വില കൊടുത്തും തിരിച്ചു വരുവാനുള്ള ഒരു ബലം അവനിൽ തന്നെ ഉണ്ടാവും. നമ്മുടെ ധൈര്യം ചോർന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനവധിയായിട്ട് ഉണ്ട്. രോഗമാവാം, സാമ്പത്തിക പ്രതിസന്ധികളാകാം, മറ്റ് ഭൗതിക അനുഭവങ്ങളിലോ ശാരീരിക അനുഭവങ്ങളിലോ ഒക്കെ ഉണ്ടാകുന്ന തകർച്ചകളാകാം. ഒരു പരിധിവരെ നമ്മുടെ ബലം അല്ലെങ്കിൽ ധൈര്യം ചോർന്നു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളാണ് ഇവ. ദാവീദിന്റെ ജീവിതവും ഏറെക്കുറെ ഇതിന് സമാനമാണ്. രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടു എങ്കിലും ദീർഘമായ വർഷങ്ങൾ തൻ്റെ രാജസ്ഥാനം അല്ലെങ്കിൽ സിംഹാസനം ഉറപ്പിക്കുവാൻ കഴിയാതെ ഗുഹകളിലും കാട്ടാറിൻ്റെയും മലയിടുക്കുകളുടെയും ഇടയിലുമൊക്കെ പ്രാണന് വേണ്ടി ശൗലിന്റെ മുമ്പിൽ നിന്ന് ഓടി ഓടി രക്ഷപ്പെടുന്ന അനുഭവങ്ങളും അവസ്ഥകളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വാഗ്ദത്തം ചെയ്ത ദൈവം എന്തേ ആ വാഗ്ദത്തം നിവൃത്തിയിലേക്ക് നയിക്കുന്നില്ല എന്ന ആ ഒരു ചിന്തയിൽ ദാവീദിന്റെ ധൈര്യത്തെ താൻ തന്നെ ചോർത്തിക്കളയാതെ ദാവീദ് ചെയ്യുന്നത്, ഈ ഇടങ്ങളിലെല്ലാം തന്നെ സംരക്ഷിച്ച ദൈവം ഇനിയും തന്നെ സംരക്ഷിക്കുവാനും തൻ്റെ ജീവിതത്തെ യഥാസ്ഥാനപ്പെടുത്തി അനുഗ്രഹിക്കുവാനും ശക്തനാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് ദാവീദ് സ്വയം പറയുകയാണ്: ധൈര്യപ്പെടുക. നമ്മുടെ മനസ്സ് ചഞ്ചലിക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. മനസ്സ് ബലം ക്ഷയിച്ച് അങ്ങ് തകർന്നു പോകത്തക്ക വിധം നമ്മുടെ മനസ്സിന്റെ ധൈര്യം നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ വാക്കുകൾ, സ്വയം നമ്മൾ തന്നെ ധൈര്യപ്പെടുത്തുന്ന നമ്മുടെ വാക്കുകൾക്ക്, ദൈവവചനങ്ങൾക്ക് നമ്മിൽ ശക്തി നിറയ്ക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ വ്യക്തമായിട്ട്
സങ്കീർത്തനക്കാരൻ പറയുകയാണ്, സങ്കീർത്തനക്കാരന്റെ ജീവിതത്തിലെ ശത്രുക്കളും അറ്റാക്ക് ചെയ്യുന്ന, ആക്രമിക്കുന്ന അവസ്ഥകളും അനുഭവങ്ങളും ഒന്നും കുറവല്ല. 6-ാം വാക്യത്തിൽ പറയുകയാണ്, ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എൻ്റെ തല ഉയരും. വീണ്ടും പറയുന്നുണ്ട്, താഴോട്ട് നാം മനസ്സിലാക്കുമ്പോൾ, എൻ്റെ വൈരികളുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ. കള്ളസാക്ഷികളും ക്രൂരത്വം വിശ്വസിക്കുന്നവർ എന്നോട് എതിർത്തു നിൽക്കുന്നു. കണ്ടോ, ഇതൊന്നും ഒരു കുറവുമില്ല. ശത്രുക്കൾക്കോ തൻ്റെ ജീവിതത്തെ തകർത്തു കളയുന്ന ശക്തികൾക്കോ ഒരു കുറവുമില്ല. അതെല്ലാം ഇങ്ങനെ ചുറ്റും നിന്ന് കടന്നാക്രമിക്കാൻ തക്കം പാർക്കുകയും കിട്ടുന്ന അവസരങ്ങളൊക്കെ ആക്രമിക്കുകയും ചെയ്യുമ്പോഴും ദാവീദ് സ്വയം പറയുന്നത്, യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക. നമ്മുടെ ജീവിതത്തിലും ധൈര്യം വിട്ടുകളയാതെ കർത്താവിൽ പ്രത്യാശ വയ്ക്കുവാൻ നമുക്ക് കഴിയണം. 3-ാമത് ദാവീദ് ഈ വാക്യത്തിൽ പറയുന്നത്, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ എന്നാണ്. ഹൃദയം ഉറച്ചിരിക്കട്ടെ. മനുഷ്യന്റെ മനസ്സ് ഹൃദയം ഇളകി മറയുന്ന കടലിന് സമാനമാണ്. ചിന്തകൾ കൊണ്ട്, ആകുലതകൾ കൊണ്ട്, വിഷമങ്ങൾ കൊണ്ട്, പരാജയ ഭീതി കൊണ്ട്, ദുഃഖം കൊണ്ട്, ഇങ്ങനെ പല വിധത്തിൽ ഒരുപക്ഷെ നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ പോലും മനുഷ്യൻ തിരയുന്നത് അവന്റെ ജീവിതത്തിലെ ദുഃഖത്തിന്റെ, നിരാശയുടെ, കണ്ണുനീരിന്റെ അനുഭവങ്ങളെയോ നെഗറ്റീവ്സിനെയോ ഒക്കെയാണ്. ഇവിടെ പറയുന്നു, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. സ്വാഭാവികമായിട്ടും മറ്റു പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഇല്ലെങ്കിൽ ഓക്കെ, നമുക്ക് ഉറച്ചിരിക്കാം. പ്രതിസന്ധി ഒന്നും ഇല്ലല്ലോ. ന്യൂട്രലായിട്ട് നമുക്കിങ്ങനെ ഈ ഒരു വിശ്വാസത്തിൽ മുമ്പോട്ട് പോകാം. ദൈവസന്നിധിയിൽ ഹൃദയം ഉറച്ചിരിക്കാം. എന്നാൽ പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികളും പ്രശ്നങ്ങളും കടന്നു വരുമ്പോൾ നമ്മുടെ ഹൃദയം എങ്ങനെയാണ് ഉറച്ചിരിക്കുക? ചഞ്ചലിക്കാതെ നമ്മുടെ ഹൃദയത്തെ എങ്ങനെ ഉറപ്പിച്ചു നിർത്തുവാനായിട്ട് കഴിയും? പ്രിയമുള്ളവരെ, അവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദാവീദ് തൻ്റെ ചുറ്റും പ്രതിസന്ധികളും പ്രയാസങ്ങളും അല്ലെങ്കിൽ അത് ഉണ്ടാക്കുന്ന ശത്രുക്കളെയും അല്ല ദാവീദ് ഫോക്കസ് ചെയ്യുന്നത്, നോക്കുന്നത്. ദാവീദ് നോക്കുന്നത്, യഹോവ എൻ്റെ വെളിച്ചം, യഹോവ എൻ്റെ രക്ഷ. ദാവീദ് നോക്കുന്നത് ഉയരങ്ങളിലേക്കാണ്, രക്ഷയാകുന്ന ദൈവത്തിലേക്ക്, വെളിച്ചമാകുന്ന ദൈവത്തിലേക്ക്. തൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ കൊണ്ടിടുന്ന, പ്രതിസന്ധികൾ കൊണ്ടിടുന്ന ശത്രുക്കളെ അല്ല ദാവീദ് നോക്കുന്നത്. ആ ശത്രുക്കളുടെ അപ്പുറം വിജയം നൽകുന്ന ദൈവത്തെയാണ് ദാവീദ് നോക്കുന്നത്. അതുകൊണ്ട് ദാവീദിന്റെ ഹൃദയം ഉറച്ചു തന്നെ ഇരുന്നു. ഒരുപക്ഷെ സങ്കടപ്പെട്ടു പോയ സാഹചര്യങ്ങളൊക്കെ ദാവീദിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. വേദനിച്ച, ഹൃദയം തൂകിപ്പോയ അത്തരത്തിലുള്ള വാക്കുകളോ വാചകങ്ങളോ ഒക്കെ സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മനുഷ്യനാണല്ലോ, ഉണ്ടാകാം. എന്നാൽ അതിൽ തന്നെ ആയിരിക്കാതെ അതിനപ്പുറം ആ ചിന്തകളെ ഓവർകം ചെയ്തുകൊണ്ട്, അതിജീവിച്ചുകൊണ്ട്, അതിനപ്പുറം ഇതിനെ അതിജീവിക്കുവാൻ എന്നെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന വിശ്വാസത്തിൽ തൻ്റെ ഹൃദയത്തെ ഉറപ്പിക്കുവാനായിട്ട് ദാവീദിന് സാധിച്ചു. ചെറുതോ വലുതോ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നത്തെ അല്ല നമ്മൾ നോക്കേണ്ടത്. ഇത് പറയാൻ എളുപ്പമാണ്, പക്ഷെ ജീവിതത്തിൽ അഭിമുഖീകരിക്കുമ്പോഴേ നമുക്കതിൻ്റെ വാല്യൂ, വലിപ്പം ഒക്കെ നമുക്ക് അറിയാൻ കഴിയൂ, ഒക്കെ സമ്മതിക്കുന്നുവെങ്കിലും നമ്മുടെ ജീവിതത്തിലുള്ള ചെറുതോ വലുതോ ആയ പ്രശ്നങ്ങളെ നാം നോക്കിയാൽ അത് വളരെ വളരെ വിപത്തുകൾ, ദുരന്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാം. നമ്മുടെ ധൈര്യം നഷ്ടപ്പെടാം, ഹൃദയം ചഞ്ചലിക്കാം, ഇനി എന്തിന് ജീവിതമെന്ന് തോന്നിപ്പോകാം. എന്നാൽ ധൈര്യപ്പെട്ട് ഹൃദയം ദൈവസന്നിധിയിൽ ഉറപ്പിച്ചാൽ, ചഞ്ചലിച്ചു പോകാതെ, ചിന്തകളാൽ ഇളകി മറിയാതെ ദൈവസന്നിധിയിൽ, ദൈവവിശ്വാസത്തിൽ നമ്മുടെ ഹൃദയങ്ങളെ ഉറപ്പിച്ചാൽ, നമ്മുടെ പ്രശ്നങ്ങളെ അല്ല ദൈവത്തെ നോക്കിയാൽ നമുക്കൊരു വിജയം സുനിശ്ചിതമായി സംഭവിക്കും. ഇവിടെ ദാവീദ് വീണ്ടും ആവർത്തിച്ചു പറയുന്നു, അതേ, യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുക, ഉറപ്പോടെ, ധൈര്യത്തോടെ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുക. നിന്റെ ജീവിതത്തിൽ വലിയത് സംഭവിക്കും. അതിന് യാതൊരു മാറ്റവുമില്ല. സർവശക്തനായ ദൈവം കൂടെയുണ്ട്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.